ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ക്ലർക്കിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ക്ലർക്ക് SC-യുടെയും എക്സാമിൻ്റെ ഡേറ്റാണ് വന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ നോക്കണേ. 205/2024, 438/2024, 749/2024. ഈ 3 കാറ്റഗറിയുടെ എക്സാം ഡേറ്റാണ് വന്നിരിക്കുന്നത്. ആദ്യത്തേത് ഏതാണ്? തിരുവനന്തപുരമാണ് സ്ഥലം. രണ്ടാമത്തതും മൂന്നാമത്തതും ഇവിടെയാണ്, കോഴിക്കോടാണ് സ്ഥലം. ഇനി നമുക്ക് എക്സാം ഡേറ്റിലേക്ക് നോക്കാം. അപ്പോൾ എക്സാം എന്നാണ് ജൂലൈ 5 എക്സാം. ജൂലൈ 5 എക്സാം. ഈ 3 എക്സാം ഒരു കോമൺ എക്സാമാണ് എല്ലാത്തിനും. അപ്പം ജൂലൈ 5 എക്സാം. അതുപോലെ തന്നെ ജൂൺ മാസം 21 തൊട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 22 മുതൽ എന്ന് വരെയാണ്. 5 മാസം മെയ് 11 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഒന്നുകൂടെ പറയാം, കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇന്ന് മുതൽ ഇന്ന് വരെയാണ്. ഏപ്രിൽ 22 മുതൽ മെയ് 11 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്. എക്സാം ഡേറ്റ് നോക്കുക, ഹോൾ ടിക്കറ്റിൻ്റെ ഡേറ്റ് നോക്കുക. എക്സാം ഡേറ്റ് ഒക്കെ വന്നതുകൊണ്ട് ഇനിയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. അതുപോലെ നമുക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം നോക്കാം. 205/2024 ആ ഒരു കാറ്റഗറി നമ്പറിൽ 9158 പേരാണ് എക്സാം എഴുതുന്നത്. അടുത്ത കാറ്റഗറി നമ്പർ നോക്കുക, അതിൻ്റെ അകത്തും 9246 സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ നോക്കുക, അതിൻ്റെ അകത്ത് 64,669 കാൻഡിഡേറ്റ്സ് ആണ് എക്സാം എഴുതുന്നത്. അപ്പോഴത്തേക്കിന് മനസ്സിലായല്ലോ എന്തുമാത്രം സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതുന്നത്. അപ്പോൾ തന്നെ നല്ല കോമ്പറ്റീഷൻ ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇതിന് മാത്രം സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതുന്നത്. വേക്കൻസി എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ മാക്സിമം കൊടുത്ത് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മൾ സിലബസ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. എല്ലാവരും സിലബസ് നോക്കി തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ.